ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്നൊരു പുതിയൊരു യാത്ര പോകാം കേട്ടോ. എവിടത്തേക്കാണ് പോകുന്നതെന്ന് വെച്ചാൽ ബ്രഹ്മതാൽ ട്രക്കിംഗ് എന്ന് പറയുന്ന ഒരു വിൻ്റർ ട്രക്കിംഗ് ഉണ്ട്. അതിനാണ് പോകുന്നത്. ഉത്തരാഖണ്ഡിലെ ചമോലി ഡിസ്ട്രിക്റ്റിലുള്ള ലോഹാജംഗ് എന്ന് പറയുന്ന സ്ഥലത്ത് നമുക്ക് എത്തണം. ഇത് നമ്മളൊരു ഗ്രൂപ്പിൻ്റെ കൂടെയാണ് പോകുന്നത്. ഗ്രൂപ്പിൻ്റെ കൂടെയാണ് പോകുന്നത്. അത് നമ്മൾ ഋഷികേശിൽ നിന്ന് പിക്കപ്പ് ചെയ്യും. ഋഷികേശിൽ നിന്ന് പിക്കപ്പ് ചെയ്തിട്ട് ലോഹാജംഗ് എന്ന് പറയുന്ന സ്ഥലത്തേക്ക് എത്തിക്കും. അവിടെ നിന്നാണ് നമുക്ക് ട്രക്ക് ചെയ്ത് പോകാനുള്ളത്. ഋഷികേശിൽ നിന്ന് ലോഹാജംഗിലേക്ക് എന്ന് പറയുന്നത് ഏകദേശം ഒരു രാവിലെ ഒരു 8 മണിക്ക് പോയാൽ വൈകുന്നേരം ഒരു 8 മണി ആ ഒരു സമയത്തിൻ്റെ ഉള്ളിൽ അവിടെ എത്തും. അത്രയും ദൂരമുണ്ട്, ഒരുപാട് കിലോമീറ്റർ ഉണ്ട്. എത്രയാണെന്ന് നോക്കി കറക്റ്റ് ഞാൻ പറഞ്ഞു കേട്ടോ. അപ്പോൾ ബസ്സിൽ ആളുകൾ ട്രക്കിൽ ആളുകൾ കാത്തുക്കുന്നുണ്ട്. നമ്മൾ നേരെ ട്രക്കിലേക്ക് പോവാണ്. നമുക്ക് ബാക്കിയുള്ള വീഡിയോ കാണാം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഋഷികേശിൽ നിന്ന് ലോഹാജംഗ് വരെയുള്ള പോകുന്ന വീഡിയോ ആയിരിക്കും. ഇത് നമ്മൾ മറ്റേ ഇതിലായിരുന്നു, ഈ ഒരു തുരങ്കപാത നിർമ്മിക്കുമ്പോൾ അടിയിൽ കുടുങ്ങിപ്പോയ ഒരു സ്ഥലമായിരുന്നു. അതാണ് ആ സ്ഥലത്തിൻ്റെ പേര്, അതിനോട് മറന്നുപോയി. ആ ഒരു സ്ഥലത്തൂടെയൊക്കെയാണ് കേട്ടോ ഇത് പോകുന്നതെന്ന് പറയുന്നത് കേട്ട്. അപ്പോൾ നമുക്കിനി സ്ഥലത്തിൻ്റെ പേര് എന്നോട് പറഞ്ഞു, പേര് അറിയുന്നതെന്ന് കമൻറ്റ് ഇട്ടേക്കാൻ കേട്ടോ. നമുക്കിനി നേരെ വീഡിയോയിലിട്ട് പോകാം. ഫ്രണ്ട്സ്, കുറച്ച് ദൂരം ഓടി നമ്മൾ വണ്ടി ഇവിടെ നിർത്തിയിട്ടോ. അപ്പോൾ ഭക്ഷണം കഴിക്കാനൊക്കെ നിർത്തിയാണ്. नाम क्या है? आलू परोठा। हाँ, ये आलू जीरा। आलू जीरा छोले दही। ओ 80 രൂപ ഒരു പ്ലേറ്റിന്. ये जगह का नाम क्या है? बियासी। प्यासी ബിയാസി എന്ന് പറഞ്ഞ സ്ഥലത്താണ് നമ്മളിപ്പോൾ വണ്ടി നിർത്തിയത്. ഇവിടെ നിന്നാണ് നമുക്ക് ഭക്ഷണം കഴിക്കാനുള്ളത്. ഇവിടുന്ന് കഴിച്ചാൽ പിന്നെ നമുക്ക് അടുത്ത ഡെസ്റ്റിനേഷനിലേ വണ്ടി നിർത്തുള്ളൂ എന്ന് പറഞ്ഞത്. അടുത്തെന്ന് വെച്ചാൽ ലാസ്റ്റ് പോയിന്റിൽ. അതുകൊണ്ട് ഇവിടുന്ന് കഴിക്കണം. ഫ്രണ്ട്സ്, നമ്മളീ കാണുന്നത് അളകനന്ദ നദിയും ഭാഗീരഥി നദിയും തമ്മിൽ സംഗമിക്കുന്ന സ്ഥലമാണ്. ഇതിന് ദേവപ്രയാഗ് എന്നാണ് പറയുക. പിന്നീട് ഇത് ഗംഗയായിട്ട് ഒരുമിച്ച് ഒഴുകുന്ന ഒരു സ്ഥലമാണ് ഇത്.
ഋഷികേശിൽ നിന്ന് നേരെ തപോവനത്തിലേക്ക് പോകുന്ന വഴിയാണ്. അപ്പോൾ ഉച്ചയ്ക്ക് നമ്മൾ ഭക്ഷണം കഴിക്കാൻ അവിടെ നിർത്തിയതാണ്. ആ കാണുന്നതാണ് ഹോട്ടൽ. ഇവർ ഭക്ഷണം കഴിക്കാൻ നോക്കുന്നതാണ് ഞാൻ ഈ കാഴ്ച ഇവിടെ കണ്ട്. ഇതുണ്ട് അതിൻ്റെ അടിയിലൊരു സൗണ്ട് ഉണ്ടോ? അത് അവിടെ തുരങ്ക നിർമ്മാണം നടന്നുകൊണ്ട് നിൽക്കാറുണ്ട്. ഒക്കെ റോഡിൻ്റെ പണി ഒരുവിധം നന്നായി നടന്നുകൊണ്ട് നിൽക്കുന്നുണ്ട് കേട്ടോ. പക്ഷെ അതിനനുസരിച്ച് റോഡ് ഇങ്ങനെ ഇടിയുകയും ചെയ്യുന്നുണ്ട്. ഇടിയാ നന്നാക്കി ഇത് തന്നെയാണ് ഈ ഏരിയയിലെ മെയിൻ വർക്ക്. സ്ഥിരമായിട്ട് റോഡ് പണിക്ക് ഇവിടെ ആളുണ്ടാവും തോന്നുന്നു. അതിന് ബദലായിട്ടായിരിക്കും അവിടെ ഒരു തുരങ്ക നിർമ്മാണം നിർമ്മിക്കുന്നത്. ഇവിടെ ഈ റോഡ് കൂടെ പോകുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ ഇവിടുന്ന് കല്ല് പെട്ടെന്ന് വന്ന് വീഴുക. പ്രത്യേകിച്ച് മഴത്തൊക്കെ ആണെങ്കിൽ നല്ല മണ്ണിടിച്ചിലൊക്കെ ഉണ്ടാവും. പ്രത്യേകിച്ച് മഴ സീസണിലൊക്കെ ആണെങ്കിൽ നന്നായി മണ്ണിടിച്ചിലുണ്ടാവും. ഞങ്ങളിപ്പം വരുമ്പോൾ തന്നെ ഞങ്ങളുടെ ബാനിൻ്റെ സൈഡിൽ കല്ല് കൊണ്ടിങ്ങി. അപ്പോൾ ഡ്രൈവർ വെച്ച് എന്നാ സംഭവം വരേന്നെന്തോ വീണാവും. ഞാനതിന് സൈഡിലിരിക്കുന്നത്. ഞാൻ പറഞ്ഞല്ല എന്തോ പിന്നെ സൈഡിൽ നിന്ന് എന്തോ കൊണ്ടുവന്നാണ്. അന്നേരമാണ് അയാൾ പറഞ്ഞത് വരേന്ന് കല്ല് വീണമെന്ന്. ബൈക്കുമ്പോൾ പോകുന്നവർക്ക് വളരെ ശ്രദ്ധിക്കണം. വലിയ കല്ലെല്ലാം വന്ന് വീണെന്ന് നമുക്ക് ശരിക്കും കാണാം റോഡിൻ്റെ സൈഡിലൊക്കെ. ഒരുപാട് ദൂരം ട്രാവലർ സഞ്ചരിച്ചാണ് നമ്മളങ്ങനെ ലോഹാജങ്ക് എന്ന് പറയുന്ന സ്ഥലത്ത് എത്തിയിരിക്കുകയാണ്. ഇപ്പോൾ റൂമിലെത്തി. ഒരുപാട് ടയേർഡായി. ഇനി അടുത്ത ദിവസം കാണാം. ബ്രമദാൽ ട്രെക്കിങ്ങിൻ്റെ അടുത്ത ദിവസം കാണാം. അടിപൊളി വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. സപ്പോർട്ട് ചെയ്യണം. ഓക്കെ, ബൈ ബൈ.